ഒരു കാര്യമുണ്ട്. ഇപ്പം പഴമ തോന്നിക്കാനായിട്ട് കാടും പടലയും പറിച്ച് നടക്കുന്നു, ചിമ്മിനി വിളക്ക് എടുത്തോണ്ട് വരുന്നു, മണ്ണെണ്ണ വിളക്ക് എടുത്തോണ്ട് വരുന്നു, മെഴുകുതിരി എടുത്തോണ്ട് വരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിച്ചത്ര ആൾക്കാരും ഇതൊക്കെ തന്നെയാട്ടോ. ജീവിതം ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ പുതുമയൊന്നുമില്ല ഒന്നിലും. പിന്നെ ഒരു കാര്യം, ചിലര് വീഡിയോ ഇടുമ്പം ഇങ്ങനെയാണ്, എന്നാ അവരുടെ മാത്രം കാര്യങ്ങളായിട്ട് അവര് വീഡിയോ ഇടുന്നത്, അവരുടെ മാത്രം കണ്ടുപിടുത്തങ്ങളും അവരുടെ മാത്രം കാര്യങ്ങളും. അങ്ങനെയൊന്നും അല്ല കേട്ടോ, എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന. അന്നേരം നമ്മൾ അയലക്കറിക്ക് എണ്ണ ഒഴിച്ചു, നന്നായിട്ട് ചൂടായി. അന്നേരം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇതെല്ലാം കൊത്തി എരിയുക, ചതയ്ക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. എങ്ങനെ ചെയ്താലും കാര്യമില്ല. അന്നേരം ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് വഴറ്റാം. നമുക്കിതൊന്ന് വഴറ്റാം. ഒത്തിരി മൂപ്പിക്കണ്ട, ചുവ മാറിപ്പോകും. അന്നേരം ഒന്ന് വാടി കിട്ടിയാൽ മതി പതുക്കെ. അന്നേരം ഈ വീഡിയോ എടുക്കുമ്പോ കാലൊടിഞ്ഞു, കൈ ഒടിഞ്ഞു, കാടും പടലയും പറിച്ച് കറി വെച്ചു, ചിമ്മിനി വിളക്ക് കാണിച്ചു, മെഴുകുതിരി കാണിച്ചു, ഇല്ലായ്മ പറഞ്ഞു. അതൊന്നും വീഡിയോ ഇടുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബും ലൈക്കും സ്വന്തമായിട്ട് കിട്ടും. അത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മതി. ഇല്ലായ്മ കാണിച്ച് നമ്മളത് നേടേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മതിയേ, വാടിയത് മതി. പിന്നെ മുളക് പൊടി, സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇല്ല, എനിക്ക് കൈക്കണക്കാ, സ്പൂണ് കണക്കില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി, ഒരു 3 സ്പൂണ് എരിവിന് ആവശ്യത്തിന്, അത് പറയാം, എരിവിന്. പിന്നെ മല്ലിപ്പൊടി ഇടുമ്പോ ശ്രദ്ധിക്കണം, ശകല മല്ലിപ്പൊടിയേ ഇടാവുള്ളൂ. ഒരു ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ ഒരു ശകലം, അതായത് 3 സ്പൂണ് മുളക് പൊടിക്ക് 1/2 സ്പൂണ് മല്ലിപ്പൊടി, അത്ര മതി. പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ തേങ്ങാപ്പാല്. ഇത് തേങ്ങാപ്പാല, ഒറിജിനൽ തേങ്ങാപ്പാലാന്നോർത്തൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് 1/2-1/4 മുറി തേങ്ങ ചിരണ്ടിട്ട് 1, 2, 3, 4 പാലെല്ലാം കൂടെ കൂട്ടി ഇങ്ങ് എടുത്തതാണേ. അതുകൊണ്ട് ഇത് ഫുള്ള് തേങ്ങാപ്പാലാന്നോർത്ത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഇതാണ് കറിയുടെ കൂട്ട്. ഇനി കുടംപുളി ഇടണം, ഉപ്പും ഇടണം. അന്നേരം നമുക്ക് ഇത് ചട്ടിക്കകത്തേക്ക് മാറ്റണം. അന്നേരം ഇത് അയല വെട്ടി തേച്ച് കഴുകി ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചട്ടിക്കകത്തേക്ക്. അന്നേരം നമ്മുടെ അയലക്കറി ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അന്നേരം നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുക. അന്നേരം 1 കിലോ മീന് ഒരു 4 ചോള കുടംപുളി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന്. അന്നേരം നമ്മുടെ അയലക്കറി റെഡി. പെട്ടെന്ന് ആകാം കേട്ടോ, പെട്ടെന്ന് കറി ഉണ്ടാക്കി എടുക്കാവേ. അന്നേരം പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് വാട്ടി കൊടുത്തിട്ട് ആവശ്യത്തിന് മുളക് പൊടി, തരി മല്ലിപ്പൊടി, ഒത്തിരി ഇട്ടാൽ കയ്പ്പ് വരും, അതുകൊണ്ട് തരി മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് തേങ്ങാപ്പാൽ, അതോ തേങ്ങ ഒത്തിരി ഒന്നും വേണ്ട, ഒരു 1/4 മുറി തേങ്ങ, 1, 2, 3, 4 പാൽ എല്ലാം കൂടെ അടിച്ച് കലക്കി ഒരു തേങ്ങാപ്പാൽ, അത്രയും മതി ചാറിന്. അന്നേരം ഇത് നന്നായിട്ട് പറ്റി വരുമ്പോൾ അയലക്കറി റെഡി. ടാറ്റാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.